ഞാൻ എന്നെക്കുറിച്ച് പറഞ്ഞ ഈ വാദപ്രചരണങ്ങൾക്കെതിരെ നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് നിവർന്നു നിന്നിട്ടല്ലേ ഞാൻ സംസാരിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ എത്രയോ മാധ്യമങ്ങളെ ഞാൻ കണ്ടു. കാരണം നമുക്കൊന്നും ഭയപ്പെടാനില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിവർന്നു നിന്ന് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറയുകയാണ്. ഇത്തരം ആരോപണം നേരിടുന്ന വ്യക്തികൾ അങ്ങനെ പറയാൻ തയ്യാറുണ്ടെങ്കിൽ അവർ വരണം, അവർക്കും അതിനുള്ള അവകാശമുണ്ട്. ഇപ്പോൾ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശബ്ദ സന്ദേശങ്ങൾ, അതുപോലെ തന്നെ പല പല രീതികളൊക്കെ വരുന്നുണ്ട്. 18 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകളുണ്ട്, IAS-കാരുണ്ട്, അവർക്ക് ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ട്, മറ്റതുണ്ട്. ഇനി അങ്ങനെയുള്ളൊരു നിരപരാധിയായ ഒരു വ്യക്തിയായിരുന്നുവെങ്കിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവടക്കം കോൺഗ്രസിൻ്റെ നേതാവടക്കം അദ്ദേഹത്തിനോട് എന്തുകൊണ്ട് അങ്ങനത്തെ ഒരു നിലപാടെടുത്തു? ഇനി അദ്ദേഹം നിരപരാധിയാണെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിന് വരാമല്ലോ. അദ്ദേഹത്തിന് രാജ്യത്ത് ഉള്ള സാധ്യതകൾ, മീഡിയ ഒക്കെ ഉപയോഗിക്കാമല്ലോ. അപ്പൊ അതൊക്കെ എല്ലാം ഒരേപോലെയാണ് എന്നുള്ള അഭിപ്രായത്തോട് യോജിപ്പില്ല. മറിച്ച് സ്ത്രീകൾക്കെതിരായി ഉപയോഗിക്കുന്ന സ്ത്രീകളെ പ്രായം അറിയാത്തോണ്ട് പോട്ടെ രാഹുൽ അതല്ല നമ്മുടെ വിഷയം. രാഹുൽ അത് വേണ്ട, അതല്ല കാരണം അതല്ല നമ്മുടെ വിഷയം. അതുകൊണ്ട്